ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് സ്ക്രീനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ നമുക്ക് കാണിക്കുന്നുണ്ട് 3 വര നമ്മുടെ ഫോണിലുള്ളത് തന്നെയാണ്. അപ്പോൾ അത് അമർത്തിയതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ 2 ആപ്ലിക്കേഷൻ എടുത്തിരുന്നു, അതായത് മിനിമൈസ് ചെയ്തിട്ടിരുന്നു, മ്യൂസിക്കും യൂട്യൂബും. അപ്പോൾ അതിൻ്റെ മുകളിൽ കാണുന്ന 2 കുത്തമർത്തുക, എന്നിട്ട് സ്പ്ലിറ്റ് സ്ക്രീനിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ യൂട്യൂബ് നേരെ ഒരു സെറ്റിംഗ് ആയി. വീണ്ടും അടുത്ത ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ എടുക്കുക, എന്നിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ 2 ആപ്ലിക്കേഷൻ ഓൾറെഡി വർക്കിംഗ് ആണ്. അപ്പോൾ 2 ആപ്ലിക്കേഷൻ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ വാട്സാപ്പും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം ഒരേന്നല്ല 2 വീതം വെവ്വേറെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി നമുക്ക് ഈ പ്ലേ സ്റ്റോർ വഴി ഇതെടുക്കാം. പ്ലേ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്പ്ലിറ്റ് സ്ക്രീൻ തന്നെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമുക്ക് കിടലായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇത് നമ്മുടെ ഫോണിലുള്ള ആൾക്കാർക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വർക്കിംഗ് ആവില്ല. അപ്പോൾ ഈ 3ാമത് കാണുന്നതാണ്. അപ്പോൾ അത് അമർത്തുക, ഇൻസ്റ്റാളേഷൻ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഫോണിലുള്ള സംഭവമാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതില്ലെങ്കിൽ മാത്രം ചെയ്യുക. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി അമർത്തി വിടുക. ഇതിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് എനേബിൾ ആക്കാൻ പറ്റില്ല. നമ്മുടെ ഫോണിൽ ഓൾറെഡി ഇതുള്ളത് കൊണ്ട് എനേബിൾ ആക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. പുതിയുള്ള ഫോണുകൾക്കൊക്കെ അങ്ങനെ ഒരു സംഭവം കൂടി ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് പഴയ ഫോണുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് പ്ലേ സ്റ്റോർ നമ്മൾ കാണിച്ചത്. അപ്പോൾ നമ്മളാ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പരസ്യങ്ങൾ ഓരോന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ അമർത്തുക. വീണ്ടും നെക്സ്റ്റ് ഡൺ കൊടുക്കുക. നമ്മുടെ സംഭവം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എനേബിൾ സർവീസ്, ഇതാണ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നമ്മുടെ ഫോണിൽ നമ്മൾ സാധാരണ എല്ലാ ആപ്ലിക്കേഷനും എനേബിൾ ചെയ്ത പോലെ സ്പ്ലിറ്റ് സ്ക്രീൻ തന്നെ സെലക്ട് ചെയ്തെടുത്തിട്ട് അവിടെ നമുക്ക് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നീല കളറാവും. അപ്പോൾ അത് ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ഫോണിൽ ഇതുള്ളത് കൊണ്ട് ഇത് അലോ ആവില്ല. വീണ്ടും നമുക്ക് അലോ ആക്സസ് സ്പ്ലിറ്റ് സ്ക്രീൻ എന്നുള്ള സംഭവം സർവീസ് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ ഫോണിൽ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് അടിയിൽ കാണിക്കുന്നത് സ്പ്ലിറ്റ് സ്ക്രീൻ. അപ്പോൾ നമുക്ക് ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അലോ ആവില്ല. അപ്പോൾ അലോ ആവാത്തതിന് കാരണം നമ്മളുടെ ഫോണിൽ ഇത് ഓൾറെഡി ഇൻക്ലൂഡ് ആയിട്ട് വന്നത് കൊണ്ടാണ്. അപ്പോൾ ഇല്ലാത്ത ആൾക്കാർക്ക് ഈ എനേബിൾ സർവീസ് ആക്ടിവേഷൻ ആകുന്നതാണ്. അപ്പോൾ ഇതുപോലെ 2 ബ്രൗസറൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇതുപോലെ വാട്സാപ്പ് ഉപയോഗിക്കാം, ഫേസ്ബുക്ക് ഉപയോഗിക്കാം. എന്ത് 2 ആപ്ലിക്കേഷൻ വേണമെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ യൂട്യൂബൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മെസ്സേജൊക്കെ വന്നാൽ നമുക്ക് ആ മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.